ഒടുവിൽ സംവിധായകൻ രഞ്ജിത്ത് ഒരു യുവാവിൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് നടി രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന വിഷയത്തിൽ നടി രേവതി പ്രതികരിച്ചു. ഇത്രയ്ക്കും കോൺട്രവേഴ്സിയോ ചർച്ചയോ ഉണ്ടാക്കേണ്ട കാര്യമേ അല്ല ഇത് എന്നാണ് രേവതി പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെയാണ് സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി ഒരു യുവാവ് രംഗത്തെത്തിയത്. നേരത്തെ ഒരു ബംഗാളി നടിയും രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു. രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. 2012 സംഭവം. തൻ്റെ നഗ്നചിത്രങ്ങൾ എടുത്ത് രഞ്ജിത്ത് രേവതിക്ക് ഫോണിൽ അയച്ചു കൊടുത്തു എന്നും യുവാവ് വെളിപ്പെടുത്തി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചത് എന്നും അവിടെ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് പറഞ്ഞത്. മുറിയിൽ വെച്ച് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു എന്നും തൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ആ നടിക്ക് അയച്ചു കൊടുത്തു എന്നും യുവാവ് പറഞ്ഞു. ആർക്കാണ് ഫോട്ടോ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിയുടെ പേരാണ് രഞ്ജിത്ത് മറുപടിയായി പറഞ്ഞത്. ഫോട്ടോ കണ്ട് രേവതിക്ക് തന്നെ ഇഷ്ടമായി എന്നും രഞ്ജിത്ത് പറഞ്ഞതായി യുവാവ് വെളിപ്പെടുത്തി. അവർ തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ല എന്നും യുവാവ് പറഞ്ഞു. എന്നാൽ പിന്നീട് തനിക്ക് സിനിമയിൽ വേഷം തരാതെ രഞ്ജിത്ത് ഒഴിവാക്കിയെന്നും യുവാവ് കുറ്റപ്പെടുത്തി. ഈ വിഷയം വലിയ ചർച്ചയായതോടെ രഞ്ജിത്ത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ വിഷയത്തിൽ രേവതിയുടെ പേര് ഉൾപ്പെടുത്തിയത് WCCയെ തകർക്കാനുള്ള ഒരു വിഭാഗത്തിൻ്റെ ശ്രമമാണെന്നാണ് പലരും പറയുന്നത്. WCCയുടെ കൂട്ടായ്മയും ഐക്യവും അങ്ങനെ ആർക്കും തകർക്കാൻ ആവില്ല എന്നും ഇത് കെട്ടിച്ചമച്ച വാർത്തകൾ മാത്രമാണെന്നും ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുമാണ് രേവതി പറഞ്ഞത്. എന്നാൽ രഞ്ജിത്ത് രേവതിയുടെ പേര് പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് മദ്യപിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ രേവതിയുടെ പേര് പറഞ്ഞത് മദ്യത്തിൻ്റെ ഹാങ് ഓവറിൽ ആയിരിക്കാമെന്നുമാണ് WCCയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത്. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.